പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അരുൺ വേദയോട് വ്യക്തമാക്കി. വേദ അത് തിരിച്ചറിഞ്ഞിരുന്നു. മുന്നിൽ നിൽക്കുന്നത് ഒരു കാലത്ത് എല്ലാവരും ഭയത്തോടെ കണ്ടിരുന്ന ആ പഴയ അരുണല്ല. ജീവിതത്തിന്റെ നെരിപ്പോടിൽ വെന്ത് ഉരുകി അതിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനായിരുന്നു അവൻ. അരുൺ വേദയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, ചേച്ചി, ആ ബീച്ചിൽ വെച്ച് ദീപ്തിക്ക് ഞാൻ കൊടുത്ത വാക്ക് അത് വെറും ഒരു വാക്കല്ലായിരുന്നു. എന്റെ ജീവന്റെ പാതിയാണ്. ആ നിമിഷം മുതൽ ദീപ്തി എന്റേതാണെന്ന തോന്നലിലാണ് ഞാൻ ജീവിച്ചത്. അവളെ ചതിക്കാൻ അതെനിക്ക് ഈ ജന്മം കഴിയില്ല ചേച്ചി. അവന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അവൻ തുടർന്നു, ഞാൻ ദീപ്തിയെ മറക്കണോ ചേച്ചി? വിക്രം ചേട്ടനാണ് എന്റെ കണ്ണ് തുറപ്പിച്ചത്. ചേട്ടനോട് എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. അതിനുവേണ്ടി എന്തും മറക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ദീപ്തിയെ, അവളെ മാത്രം എനിക്ക് മറക്കാൻ കഴിയില്ല. പഴയ ഇരുണ്ട ലോകത്തേക്ക് ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു പോവില്ല. എന്നെ സ്നേഹിക്കാൻ എന്റെ അമ്മയുണ്ടല്ലോ. അരുണിന്റെ അമ്മ ആ നിമിഷം തന്നെ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ഓടി വന്ന് മകനെ കെട്ടിപ്പിടിച്ചു. ആ കാഴ്ച വേദയുടെ ഉള്ളുലച്ചു. ഒരു അമ്മയുടെയും മകന്റെയും ആത്മബന്ധം അവിടെ അനാവരണം ചെയ്യപ്പെടുകയായിരുന്നു. ആലിംഗനത്തിൽ അമർന്ന അരുൺ വേദയോട് വീണ്ടും പറഞ്ഞു, ഞാൻ ഒരിക്കലും മരണത്തെക്കുറിച്ച് ചിന്തിക്കില്ല ചേച്ചി. കാരണം അത് ഞാൻ ദീപ്തിക്ക് കൊടുത്ത വാക്കാണ്. ആ വാക്ക് തെറ്റിക്കാനൊന്നും ഒരിക്കലും എനിക്കാവില്ല. വേദയുടെ മനസ്സ് ആകെ കലുഷിതമായി. തന്റെ അനിയത്തിയെ മറക്കണമെന്ന് ഈ മനുഷ്യനോട് താൻ ഇനി എങ്ങനെ പറയും? ഇവന്റെ സ്നേഹം സത്യമാണ്, നിഷ്കളങ്കമാണ്. പക്ഷേ തന്റെ കുടുംബം, അവർ ഇത് അംഗീകരിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. അവസാനം വേദ ആ അമ്മയോട് പറഞ്ഞ്, ഞാൻ ഇറങ്ങുക അമ്മേ. അരുണിനോട് എന്തു പറയണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു സത്യം പറയാം, എന്റെ വീട്ടുകാർ ഈ ബന്ധം ഒരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ട് ദീപ്തിയെ മറക്കണമെന്ന് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. ഇല്ലെങ്കിൽ അരുണിന്റെ ജീവിതം വീണ്ടും പഴയതുപോലെ ആവുമോ എന്ന് ഞാൻ ഭയക്കുന്നു. വേദ പടികൾ ഇറങ്ങി നടന്നു. പിറകിൽ നിസ്സഹായയുടെ പര്യായമായി അരുണും അവന്റെ അമ്മയും നിൽക്കുന്നുണ്ടായിരുന്നു. വീട്ടിലേക്കുള്ള യാത്രയിൽ വേദയുടെ മനസ്സു നിറയെ അരുൺ മാത്രമായിരുന്നു. താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ വിക്രമിനെ അറിയിക്കണം. തെറ്റിദ്ധാരണകളുടെ പുറത്താണ് പലപ്പോഴും പല പകയും ഉണ്ടാവുന്നത്. അരുൺ മാറിയെന്ന സത്യം വിക്രം അറിയണം. വീട്ടിൽ തിരിച്ചെത്തിയ വേദ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ വിക്രമിനെ കാത്തുനിന്നു. വിക്രം മുറിയിലേക്ക് പോയപ്പോൾ അവൾ പിന്നാലെ ചെന്നു. വിക്രം, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, വേദ പറഞ്ഞു. ശരി വാ, വിക്രം സമ്മതിച്ചു. അപ്പോഴാണ് ശ്രീജയെടുത്തി അങ്ങോട്ടേക്ക് വന്നത്. എന്താ ഇവിടെ രണ്ടുപേരും കൂടി ഒരു സ്വകാര്യം? ശ്രീജയുടെ ചോദ്യത്തിൽ കുസൃതിയുണ്ടായിരുന്നു. വേദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല ശ്രീജേച്ചി, ഞാൻ ഇന്ന് അരുണിനെ കണ്ടിരുന്നു. ദീപ്തിയുടെ കാര്യം സംസാരിക്കാൻ പോയതാ. പക്ഷേ ഞാൻ അവിടെ കണ്ടത് വേറൊരു അരുണിനെയാണ്. നമ്മൾ പേടിച്ചിരുന്ന ആ പഴയ ഗുണ്ടയൊന്നും അല്ല അവനിപ്പോ. അവൻ ആകെ മാറിപ്പോയിരിക്കുന്നു. ഇത് വിക്രമിനോട് പറയണം. ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് എനിക്കിപ്പോ പറയാനറിയില്ല. ശ്രീജ ആശ്വാസവാക്കുകൾ പറഞ്ഞു. നീ വിഷമിക്കേണ്ട വേദേ, വിക്രമിനിപ്പോ അരുണിനോട് പഴയ ദേഷ്യമൊന്നുമില്ലല്ലോ. പിന്നെ നിന്റെ വീട്ടുകാർ സമ്മതിക്കില്ല എന്നത് സത്യം തന്നെയാണ്. അത് ദീപ്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. അല്ലെങ്കിൽ വിക്രം തന്നെ അരുണിനോട് നേരിട്ട് സംസാരിച്ചിട്ട് ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ പറയട്ടെ. വിക്രം പറഞ്ഞ അവൻ തീർച്ചയായിട്ടും കേൾക്കും. അന്നേരം വേദ പറയുന്നത്, അതെ, അത് തന്നെയാണ് എന്റെയും മനസ്സിൽ. വിക്രം ഏതായാലും നേരിട്ട് അരുണിനെ കണ്ട് സംസാരിക്കട്ടെ എന്ന് വേദ പറഞ്ഞു. വിക്രമിന്റെ മുറിയിലേക്ക് വേദ കയറി ചെന്നു. എന്താ എന്താ നിനക്ക് പറയാനുള്ളത്? വിക്രം ചോദിച്ചു. പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അരുണിനെ കുറിച്ചാണ് പറയാനുള്ളത്. വേദ ഒരു മുഖവരയിട്ടു. അവനെ കാണാനില്ല എന്നല്ലേ കേട്ടത്? പണ്ടത്തെ കൂട്ടുകെട്ടും പരിപാടികളൊക്കെ അവൻ നിർത്തിയോ? വിക്രം തിരക്കി. അതാണ് എന്നെയും അത്ഭുതപ്പെടുത്തിയത്. ഞാൻ ഇന്ന് അവന്റെ വീട്ടിലേക്ക് പോയിരുന്നു. അവനുമായി സംസാരിച്ചു, വേദ പറഞ്ഞു. വിക്രമിന്റെ മുഖത്ത് അത് കേട്ടപ്പോൾ ചെറിയൊരു ഞെട്ടലുണ്ടായി. എന്നിട്ട് അവൻ എന്തു പറഞ്ഞു? നിങ്ങളെ കാണണമെന്ന് അവൻ പറഞ്ഞു. നിങ്ങൾ കാരണമാണ് അവന് നല്ലൊരു മനുഷ്യനായത് എന്നും അതിന് നന്ദി പറയണമെന്നും പറഞ്ഞു. അധികാരം കൊണ്ടോ ഭയം കൊണ്ടോ അല്ല, നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ടാണ് അവൻ മാറിയത്. അവന്റെ വാക്കുകളിൽ കാപഢ്യമില്ലെന്ന് എനിക്ക് തോന്നി. വിക്രം സംശയത്തോടെ പറഞ്ഞു. അങ്ങനെ പെട്ടെന്നങ്ങ് മാറാനൊക്കെ അവനാകുമോ? ചിലപ്പോ അത് അവന്റെ അഭിനയമായിരിക്കും. അതെ, ഞാനും അത് തന്നെയാണ് ആദ്യം കരുതിയിരുന്നത്. പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് ദീപ്തിയുമായി കണ്ടുമുട്ടിയതും അന്ന് എന്റെ വാക്കുകൾ കേട്ട് അവൻ മാറിയതും പിന്നെ പ്രപ്പോസ് ചെയ്തതുമെല്ലാം തന്നെ അവൻ എന്നോട് പറഞ്ഞു. കള്ളം പറയുന്നതായൊന്നും എനിക്ക് തോന്നിയില്ല, വേദ ഉറപ്പിച്ചു പറഞ്ഞു. വിക്രം അല്പനേരമൊന്ന് ആലോചിച്ചു നിന്നു. ദീപ്തിക്ക് അവനോട് തോന്നിയത് ഒരു പക്ഷെ സിമ്പതി ആയിരിക്കും. അല്ലെങ്കിൽ താൻ കാരണം ഒരാൾ നന്നായല്ലോ എന്ന തോന്നൽ മാത്രമായിരിക്കും. പക്ഷേ അവന്റെ അച്ഛൻ, ആ MLA വാസവൻ, അയാൾ ഒരിക്കലും തന്നെ മാറാൻ പോകുന്നില്ല. വേദ വിക്രമിനോട് അപേക്ഷിച്ചു. നിങ്ങൾ അവനുമായിട്ടൊന്ന് സംസാരിക്കണം പ്ലീസ്. സത്യം എന്താണെന്ന് നേരിട്ട് തന്നെ മനസ്സിലാക്കണം. എനിക്ക് എന്ത് വിശ്വസിക്കണമെന്നറിയില്ല. ഹാ, എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ആള് പറയുന്നത് കേൾക്കാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് വിക്രം തമാശ രൂപേണ പറഞ്ഞു. എന്നാൽ ആ വാക്കുകൾ വേദയെ വല്ലാതെ വേദനിപ്പിച്ചു. അഭിനയം, അതെ, എല്ലാം അഭിനയമാണല്ലോ. അവൾ പിറുപിറുത്തു. പെട്ടെന്ന് അവളുടെ മുഖഭാവം അങ്ങ് മാറി. അവൾ അയ്യപ്പസ്വാമിയുടെ ഫോട്ടോയിലേക്ക് നോക്കി വിക്രമിനോടൊരു കാര്യം ചോദിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. എന്നെ ചീത്ത വിളിക്കരുത്, ഉത്തരം തരാതെയും ഇരിക്കരുത്, വേദ പറഞ്ഞു. ചോദിക്ക്, വിക്രം അനുവാദം നൽകി.
അയ്യപ്പസ്വാമിയെ പിടിച്ച് നിങ്ങൾ സത്യം ചെയ്യണം. വേദ ആവശ്യപ്പെട്ടു. വിക്രം അത് സമ്മതിച്ചു. വേദ വിക്രമിന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ആ നോട്ടത്തിൽ 1000 ചോദ്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്നെ കാണുമ്പോൾ സ്വന്തം ഭാര്യയാണെന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം തന്നിട്ടുണ്ടോ? പോട്ടെ, എന്നോടൊരു ഇത്തിരിയെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയാലല്ലേ എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയുള്ളൂ. വേദയുടെ ചോദ്യം കേട്ട് വിക്രം ആകെ സ്തംഭിച്ചു പോയി. മാല ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കള്ളം പറയാനും കഴിയില്ല. സത്യം മാത്രം പറയേണ്ട ഒരവസ്ഥ. വേദയുടെ ചോദ്യം അവന്റെ ഹൃദയത്തിലേക്കാണ് തറച്ചത്. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയൂ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയൂ. കാരണം ഞാൻ ചോദിക്കില്ല. വേദയുടെ ശബ്ദമിടറി. വിക്രം അവസാനം പറഞ്ഞു, ഇതിനുള്ള പൂർണ്ണമായ ഉത്തരം എനിക്കിപ്പോ പറയാനാവില്ല വേദ. പക്ഷേ ഒന്ന് ഞാൻ പറയാം. നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളമായിരിക്കും. ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് പറയാനൊന്നും എനിക്കൊരിക്കലും കഴിയില്ല. കാരണം പലപ്പോഴും എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ആ വാക്കുകൾ കേട്ടതോടുകൂടി തന്നെ വേദയുടെ കണ്ണുകൾ നിറഞ്ഞു. അതൊരിക്കലും സങ്കടം കൊണ്ടായിരുന്നില്ല, അതിരറ്റ സന്തോഷം കൊണ്ടായിരുന്നു. ഇത്രയും നാൾ താൻ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ വിക്രമിന്റെ മനസ്സിൽ തനിക്കൊരു സ്ഥാനമുണ്ട് എന്ന തിരിച്ചറിവ് അവൾക്ക് നൽകിയ ആശ്വാസം ചെറുതൊന്നുമായിരുന്നില്ല. വിക്രം പെട്ടെന്ന് തന്നെ വിഷയം അങ്ങ് മാറ്റി. മതി, ഉത്തരം കിട്ടിയല്ലോ. ഇനി ഇവിടെ നിൽക്കാതെ വേഗം എവിടെ നിന്ന് പോവാൻ നോക്ക്. എനിക്ക് ഏതായാലും ഉറങ്ങണം. പക്ഷേ ആ ശാസനയിലും ഒരു വാത്സല്യം ഒളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. വേദ അന്നേരം ഒന്നും മിണ്ടാതെ നിറഞ്ഞ പുഞ്ചിരിയോടെ മനസ്സിൽ ഒരുപാടധികം സ്വപ്നങ്ങളുമായി ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. വിക്രമിന്റെ മനസ്സിൽ വേദയോട് വളരെയധികം ഇഷ്ടമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടെ തന്നെ വേദ വളരെയധികം സന്തോഷത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.